പൊന്നോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബാലരാമപുരത്തെ പരമ്പരാഗത കൈത്തറിക്കളങ്ങളും സജീവമായിരിക്കുകയാണ്. പവർ ലൂമുകളുടെ കടന്നുവരവ് കൈത്തറി മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കൈത്തറി വസ്ത്രങ്ങൾക്കായി ബാലരാമപുരത്തെ തേടിയെത്തുന്ന ആവശ്യക്കാരെ നിരാശപ്പെടുത്താതിരിക്കാൻ രാപ്പകലില്ലാതെ സജീവമായിരിക്കുകയാണ് പ്രദേശത്തെ കൈത്തറിക്കളങ്ങൾ. ഓണവിപണി ലക്ഷ്യമിട്ട് കളർ മുണ്ടുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇത്തവണ വിപണി കീഴടക്കാൻ കൈത്തറിക്കളങ്ങളിൽ നിന്നും ഒരുങ്ങിയിറങ്ങുന്നത്. ഈ ഓണക്കാലത്തെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പരമ്പരാഗത കൈത്തറി തുണികളുടെ തലസ്ഥാനമായ ബാലരാമപുരവും ശാലിഗോത്ര ഗ്രാമവും കാത്തിരിക്കുന്നത്. കൈത്തറി വസ്ത്രങ്ങൾക്ക് പേരും പെരുമയും കേട്ട ബാലരാമപുരം ചിങ്ങം പിറന്നതോടെ കൈത്തറിക്കളങ്ങളും സജീവമായി. എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് നമുക്ക് കണ്ടുവരാം. ഓണക്കാലം നല്ല ഇതാണ്. ഇപ്പം നല്ല രീതിയിലുള്ള ഇതിൽ നടക്കുകയാണ് കാര്യങ്ങളെല്ലാം. എല്ലാവർക്കും പ്രതീക്ഷയാണ് ഓണത്തിന് നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. സാധനമെല്ലാം ഓർഡർ അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. മാർക്കറ്റിൽ നല്ല ഇതാണ്. പിന്നെ കൈത്തറിയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് കൈത്തറിയുടെ ഉപഭോക്താവാണ് കൂടുതലും വരുന്നത്. പക്ഷെ അവർക്ക് യഥാർത്ഥം കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പവർ ലൂം കൂടി അതിൽ കയറി പോവുകയാണ്. അത് നമ്മുടെ കൈത്തറി കുറെ ബാധിക്കുന്നു, നല്ല രീതിയിൽ ബാധിക്കുന്നു. ഇപ്പം നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് മെയിനായിട്ട് ധോത്തി, നല്ല വെറൈറ്റി ധോത്തി, അതായത് ഈ സിൽക്ക് മോഡലിലുള്ള ടിഷ്യൂവിൻ്റെ ഒക്കെ ധോത്തി, അതുപോലെ തന്നെ പിന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ധോത്തി, പിന്നെ ഒത്തിരി നല്ല വെറൈറ്റി ധോത്തിയുണ്ട്. അത് കഴിഞ്ഞിട്ട് സാരി ഉണ്ട്, സെറ്റ് മുണ്ടുണ്ട്, പിന്നെ ചുരിദാർ പീസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട്. ബാലരാമ കൈത്തറി കണ്ടാലും ഒരുപോലെ ഇരിക്കും, പവർ ലൂം കണ്ടാലും ഇരിക്കും. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം വിലയുടെ വ്യത്യാസം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ നൂലിൻ്റെ അടുപ്പം, മറ്റേ മെഷീനിലുള്ളതാണ്. അത് ഒരു കണക്കിന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്നതാകുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ കാണും. അതിൽ ക്വാളിറ്റി വ്യത്യാസമാണ്. വാഷ് ഉപയോഗിക്കുമ്പോൾ അറിയാൻ പറ്റും. കസവ് എന്ന് പറയുമ്പോൾ മഞ്ഞയുണ്ട്, സിൽവറുണ്ട്. ഇപ്പോൾ കളർ കസവ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. ഈ കളർ കസവാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇത് ടിഷ്യൂ മുണ്ടാണ്, കളർ കസവാണ്, ഇത് മൊത്തത്തിൽ കസവാണ്. ഇത് നല്ല ഓട്ടമുള്ള സാധനമാണ്. എല്ലാ നിറത്തിലും ഉണ്ട്. പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലമുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്, പിങ്ക് ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. ഏത് കളർ ആവശ്യപ്പെട്ടാൽ ഏത് ഷർട്ട് കൊണ്ടുവന്നാലും അതേ കളറിൽ കണക്കാക്കി നമ്മൾ ചെയ്ത് കൊടുക്കും. ക്വാളിറ്റിയുള്ള നൂലാണ്. 100 നൂല് പവർ ലൂമിനെ പോലെയല്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമ്മൾ ശ്രദ്ധയോടെ മനസ്സും കൈകളും ഏകാഗ്രമായി മനസ്സും ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു ജോലിയാണ്. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ ഇതിൽ ഡാമേജ് വരും. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഒരു മുണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഒരു മുണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും ക്വാളിറ്റി ഉണ്ട്. നാശനം ഒരു മുണ്ട് നെയ്യാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം നോക്കണം. നമുക്ക് അപ്പുറത്തെല്ലാം നോക്കണം. കസവൊക്കെ പൊട്ടിപ്പോവുകയാണെങ്കിൽ പിന്നെ പാടാണ്. പിന്നെ അന്നത്തേക്ക് ഒരു മുണ്ട് വരത്തില്ല. പിന്നെ ഇതൊക്കെ വരുമ്പോൾ മുതലാളിയാണ് അതിൻ്റെ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഊടും പാവും ഇടചേർത്ത് ആയിരക്കണക്കിന് കൈത്തറി മുണ്ടുകളാണ് ഇത്തവണ ഓണവിപണിയിലേക്ക് എത്തുന്നത്. ഉപഭോക്താക്കളോട് കൈത്തറിക്കാർക്ക് ഒന്നേ പറയാനുള്ളൂ, കൈത്തറി മുണ്ട് ചോദിച്ചു തന്നെ വാങ്ങണമെന്ന്. അരുൺ മോഹൻ, ന്യൂസ് 18.